രണ്ട് തരത്തിൽ കർത്താവ് പ്രതിഫലം നൽകും. ഒന്ന് ഭൗതിക തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി ഭൗതിക തലങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. അത് നിൻ്റെ കുടുംബത്തിന് സംരക്ഷണമായിരിക്കും, മക്കളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മേഖല, സമ്പത്ത്, കുടുംബത്തിലെ സമാധാനം. ഭൗതിക മേഖലയിൽ അനുഗ്രഹം കിട്ടുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയമായ പ്രതിഫലം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 7-8 തിരുവചനം പറയുന്നു, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്, ആത്മീയ പ്രതിഫലം കിട്ടും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും അല്പം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ അനേകർക്ക് കർത്താവ് നൽകുന്നൊരു ബോധ്യമാണ്. വീട്ടിൽ ആരും കാണാതെ മകൾക്ക് വേണ്ടി കല്ലുകൾ നിരത്തി വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മേ, ദേ ഉറപ്പിച്ചോ, ആരും കാണാതെ നീ ചെയ്യുന്ന ത്യാഗപ്രവൃത്തിക്ക് ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. ആരും കാണാതെ നീ ചെയ്യുന്ന സേവനങ്ങൾക്ക്, ആരും കാണാതെ നീ ചെയ്യുന്ന സേവനങ്ങൾക്ക്, സഹായങ്ങൾക്ക് ഉത്തരമുണ്ട്, പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശുശ്രൂഷകർ ചിന്തിക്കുന്നു, എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല, എനിക്ക് വേണ്ടത്ര രീതിയിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, നീ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് പോലും നിനക്ക് പ്രതിഫലം കിട്ടും. കർത്താവ് പ്രതിഫലം നൽകും, കർത്താവ് പ്രതിഫലം നൽകും. നീ അത് വിശ്വസിക്കണം. നീ ഈ സമയത്ത് വിശ്വസിക്കുക, കർത്താവേ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രതിഫലം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. മത്തായി സുവിശേഷം 5:12, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ജോബിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു, ജോബിനെല്ലാം നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവത്തെ കൈവിട്ടില്ല, ദൈവത്തെ കൈവിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി, പക്ഷെ ദൈവത്തെ കൈവിട്ടില്ല. എൻ്റെ പ്രിയരെ, ഈ പോട്ട ആശ്രമത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നീയും ഞാനും ചെയ്യേണ്ട പ്രവൃത്തി എല്ലാം കയ്യിൽ നിന്ന് പോകുന്നുണ്ടാകും, പക്ഷേ ദൈവത്തെ വിട്ടേക്കരുത്, ദൈവകാര്യങ്ങളെ വിട്ടേക്കരുത്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഇന്ന് നീ കടന്നു പോകുന്ന ഈ സങ്കടത്തെ ഒരു പരീക്ഷയായി മനസ്സിലാക്കി ക്ഷമയോടെ സഹിക്കുവിൻ, ക്ഷമയോടെ സഹിക്കുവിൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ജീവിത പങ്കാളി ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന ഭാര്യ ഉണ്ടല്ലോ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ. ഭർത്താവിൻ്റെ സംശയ രോഗം മൂലം വല്ലാണ്ട് വിഷമിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ, നിന്റെ സങ്കടം കർത്താവിനറിയാം. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്നത് കർത്താവിനറിയാം. പലവട്ടം ഇട്ടിട്ട് പോകാൻ തോന്നിയില്ലേ, പലവട്ടം എതിർക്കാൻ തോന്നിയില്ലേ, പലവട്ടം കേസ് കൊടുക്കാൻ തോന്നിയില്ലേ, എന്നിട്ട് നീ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇത് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നൊരു കൃപയാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് മടുത്തെന്ന് കരുതുന്നവര്, ക്ഷീണിച്ചെന്ന് കരുതുന്നവര്, മരവിപ്പിലായിരിക്കുന്നവര് വചനം കേട്ടുകൊള്ളൂ. പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ, അതിജീവിക്കണം, യു മസ്റ്റ് ഓവർകം. അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം കിട്ടും. നീ അത് വിശ്വസിച്ചോ. ഇന്നത്തെ നിന്റെ കണ്ണുനീരൊരു വിത്താണ്, ദൈവത്തിൻ്റെ പ്രതിഫലം ഒരു കൊയ്ത്താണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നാളെ എന്താകുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന്, ഇപ്പോൾ, ഈ സമയം നീ വിശ്വസിക്കണം. ഞാനിങ്ങനെ കരങ്ങൾ ഉയർത്തുന്നത് കൊണ്ട്, ഞാനിവിടെ നിന്ന് ഈശോയെ എന്ന് വിളിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും, എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും, എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും. വിശ്വസിക്കുന്ന സഹോദരനും സഹോദരിയും കരങ്ങൾ ഉയർത്തി നീ നിൽക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ
യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പോരന്നേ, നാവ് തുറന്നോണം, ഹൃദയം തുറന്നോണം, യേശുവേ എന്ന് വിളിച്ചോണം. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും, നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കണം. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം, ജോബിനെ അനുഗ്രഹിച്ച ദൈവം, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലേക്കും വ്യാപരിക്കട്ടെ, ഓരോ വ്യക്തിയിലേക്കും വ്യാപരിക്കട്ടെ. പോരാ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണിത്, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. The mighty anointing, the mighty anointing, the mighty power, the mighty power ഓരോ വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ചോണം, പ്രാർത്ഥിച്ചോണം. ഒരു പുതിയ അഭിഷേകം കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരിൽ കർത്താവ് പ്രതിഫലം നൽകും. ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കും. ഇതാ ഈ സമയത്ത് കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചേർന്ന് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ച പോരാ, നന്നായിട്ട് കൈയടിച്ചേ. ദ മൈറ്റി പവർ. ഓരോന്നേ, ആ ശരീരത്തിലേക്ക് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കൈയടിച്ചാൽ ആ അന്തരീക്ഷത്തിൽ വലിയൊരു മൈറ്റി അനോയിന്റിങ് വെളിപ്പെടും. നീ ഇപ്പോൾ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൈയടിച്ചങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങോട്ട് കൈയടിച്ചങ്ങോട്ട് പാടി പ്രാർത്ഥിച്ചു. കർത്താവേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യെസ്, കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ. ആമേൻ. ശിഷ്യരിൽ ഒഴുകണമേ. ആമേൻ. ശിഷ്യരിൽ ആത്മാവേ, യേശുവേ, ചേർന്ന് പാടി. ആമേൻ. യെസ്, സംഭവിക്കട്ടെ. പഠിക്കേ പഠിക്കേ. ആമേൻ. സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, ആമേൻ. ദാസരിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, നാവ് തുറന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ സമയത്തേക്ക് ഒരു വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. The mighty power, the mighty anointing. പ്രാർത്ഥന വരം ലഭിക്കട്ടെ. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആരാധിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അഭിഷേകം, ഒരു വലിയ അനോയിന്റിംഗ് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം,
യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതും ഇടതും നിൽക്കുന്നവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചേ. എന്നിട്ട് കണ്ണുകൾ അടച്ചോളൂ. ഈ വചനം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞോളൂ. ദൈവസന്നിധിയിൽ, ഉച്ചത്തിൽ പറഞ്ഞ ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അല്പം കൂടെ ഉച്ചത്തിൽ പറയാം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ചേർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. അപ്പൊ ഒരു കാര്യം നീ വിശ്വസിച്ചോണം. ദൈവം ഉണ്ട്. ആരുണ്ട്? ദൈവം ഉണ്ട്. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചു. ആ ദൈവത്തിൻ്റെ പക്കൽ നമ്മൾ വന്ന് ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ആമേൻ, ആമേൻ. ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു 4-5 പേർക്കെങ്കിലും കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ദൈവം നിനക്ക് പ്രതിഫലം നൽകും. ദൈവം നിനക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം കേട്ടല്ലോ. ഇത് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ഇന്ന് ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചോണം. നമ്മളിവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷ സമയത്തും നമ്മൾ കൃത്യമായൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എൻ്റെ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ കണ്ണുനീര് കാണുന്നവനാണ് എൻ്റെ ദൈവം. പറഞ്ഞേ ആമേൻ. എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനാണ് എൻ്റെ ദൈവം. പറഞ്ഞേ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം. പറഞ്ഞേ അത് വിശ്വസിച്ചോണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന അനേകം പേരുടെ വലിയ ഭാരം വീട്ടിലുള്ള ചിലരെ കുറിച്ചാണ്. വീട്ടിലുള്ള ചിലരെ കുറിച്ച് ആ വ്യക്തിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. എന്തു ചെയ്യും? നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. വളരെ ഭാരപ്പെട്ടായിരിക്കും. എന്താകും? എന്തു ചെയ്യും? വിഷമിക്കണ്ട, പ്രതിഫലം ലഭിക്കും. അവർക്ക് വേണ്ടി നീ ഈ ആലയത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ടി നീ ഒരു പ്രതിനിധിയായി അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിൻ്റെ വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടാവും. ആ വ്യക്തിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിനക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ടി പങ്കെടുക്കാൻ പറ്റും. നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മാനസിക ദുഃഖങ്ങളിലുണ്ടാവും. ചില പ്രശ്നങ്ങളിൽപ്പെട്ടവർ, ചില മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്നവർ, തലയ്ക്കകത്ത് ചില തെറ്റായ ചിന്തകളുമായിട്ട് കഴിയുന്നവർ, ഇനി ജീവിതത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പോലും ചിന്തിക്കുന്ന, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ പോലും ഉണ്ടാകും. പ്രാർത്ഥിച്ചോ. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ കർത്താവ് ഈ വിഷയത്തിൽ ഒരു പ്രതിഫലം നൽകും. വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. വെരി ഗുഡ്. വലതും ഇടതും നിൽക്കുന്നവർക്ക് പുഞ്ചിരിച്ചുകൊണ്ടൊരു സ്തുതി കൊടുത്തേ. സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ഒരു അല്പസമയം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഈ അൾത്താരിൽ സമർപ്പിച്ച് ആരാധനയിൽ നമ്മൾ ഉത്തരം കണ്ടെത്തും. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ അനുദിനം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കും വചനവിചിന്തനത്തിനുമായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്രയും ശ്രദ്ധയും പ്രാർത്ഥനയും നിങ്ങൾ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇരിക്കുന്നത് പോലെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇരിക്കരുത്. മറിച്ച് വിഷയം ഗൗരവമായതിനാൽ ഗൗരവത്തോടുകൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ പിടിച്ചിരിക്കണമെന്നല്ല, മറിച്ച് ഉറങ്ങാതെ ശ്രദ്ധയോടുകൂടെ ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോട്ട് ബുക്കിലൊക്കെ വചനങ്ങൾ കുറിച്ച് ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത 1-2 സംഭവങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. ഈ അടുത്ത നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കടം, അവർ താമസിക്കുന്ന ആ വീട്, ഇരിക്കുന്ന സ്ഥലം അത്ര ശരിയല്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു കണ്ടുപിടുത്തം. ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പം ഇവർ ചില ആളുകളെയൊക്കെ പ്രാർത്ഥിക്കാനും ഈ പ്രശ്നങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഈ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നില്ലെങ്കിൽ ഈ സ്ഥലം വിറ്റുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട് പൊളിച്ച് വേറെ വീട് പണിയുക എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് ആ വീട്ടുകാരോട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്, ഇവർ പറയുന്നത്, അച്ഛാ ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, എന്തു ചെയ്യും? ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കണക്കാക്കരുത്. പ്രത്യേകിച്ച് വീട്ടിൽ അടുപ്പിച്ചടുപ്പിച്ച് ചില അപകടങ്ങളോ മരണങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് കടന്നു വരുന്ന ചില ചിന്തകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മുടെ കൃഷിയിടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് വല്ല ശാപം പിടിച്ച സ്ഥലമാണോ, ഈ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പൈശാചിക പീഡയുണ്ടോ എന്നിങ്ങനെ നമ്മളൊക്കെ ചില മേഖലകളോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ വിഷയത്തിന് ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു ശ്രമമാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മളെല്ലാവർക്കും ബാധകമായ ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ വിഷയത്തിൽ കർത്താവിൻ്റെ വലിയ കരുണ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിക്കുന്നൊരു കാര്യം, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചില ആളുകൾ ചെയ്ത ചില പ്രവൃത്തികൾ ആ മണ്ണിൽ കിടക്കുന്നു. അപ്പൻ്റെ അപ്പൻ ഒരു ക്രൂരനായിരുന്നു, അയാൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ഇന്നയാളുടെ പ്രവൃത്തിയുടെ ഭാഗമാണ് ആ മണ്ണിൽ ഇപ്രകാരം പ്രശ്നങ്ങളുള്ളത് എന്നിങ്ങനെ ആ മണ്ണ് ശപിക്കപ്പെട്ടതാണ്. ഏതെങ്കിലും പാപപ്രവൃത്തിയിലൂടെ ആ മണ്ണിൽ തിന്മയുടെ വേര് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇതിനെ നമ്മൾ ശാപം എന്ന് നമ്മൾ വിളിക്കുന്നു. ശാപം, കേഴ്സ്. പലതരത്തിലുള്ള ശാപങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ശാപം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അതൊരു സത്യമായ കാര്യം തന്നെയാണ്. ഹല്ലേലൂയ, ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഈ ശാപത്തോട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 3-4 തലമുറ വരെ, എത്ര തലമുറ? 3-4 തലമുറ വരെ നിന്നെ ഞാൻ ശിക്ഷിക്കും എന്നൊരു വചനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നമ്മളത് പഠിക്കും. ഞാനിതിപ്പോൾ ഓർമ്മപ്പെടുത്താൻ കാരണം ചില ആളുകളുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാരം അതാണ്. അച്ഛാ 3-4 തലമുറ വരെ കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അച്ഛാ അത് കറക്റ്റാണ്, കാരണം ഞാൻ 3-ാം തലമുറയിൽപ്പെട്ട ആളാണ്,
അതിന് മുമ്പുള്ള തലമുറയിലുള്ള ആളാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഈ ശാപത്തിന് മുകളിൽ, ശിക്ഷയ്ക്ക് മുകളിൽ വലിയ ഒരു അനുഗ്രഹമുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ആമേൻ, ആമേൻ. നമ്മൾ വായിക്കുന്ന വചനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം അതിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങൾ നമ്മൾ വായിക്കാൻ പോവാണ്. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേർഡ്സ് 5 and 6. 5ഉം 6ഉം തിരുവചനം. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അപ്പോൾ ശിക്ഷയെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ഇതാ പിതാക്കന്മാരുടെ പാപപ്രവർത്തികൾക്ക് 3ഉം 4ഉം തലമുറ വരെയുള്ള മക്കൾ ശിക്ഷ അനുഭവിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണെങ്കിൽ ആ 3 തലമുറയെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്ന്, നിങ്ങളുടെ അപ്പനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോന്ന്? അപ്പൻ്റെ അപ്പനെ ഓർമ്മയുണ്ട്. അപ്പൻ്റെ അപ്പൻ ചിത്രം പോലും സാധ്യത കുറവാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ അന്നത്തെ കാലഘട്ടം. സ്വന്തം അമ്മയെ അറിയാം. അമ്മയുടെ അമ്മ, അമ്മയുടെ അമ്മയുടെ അമ്മ, അമ്മയുടെ 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 അമ്മ. ഇപ്പോൾ ഉള്ളവരെ തന്നെ തിരിച്ചറിയാൻ മേല, പിന്നെയാണ് അമ്മയുടെ 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 അമ്മ. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു തലമുറയെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സ്ഥലം സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഞാൻ ഈ സ്ഥലം വാങ്ങി, അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാവും. സ്വന്തമായിട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണിത്, കുടുംബത്തിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല, സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിയ സ്ഥലമാണിത്. അങ്ങനെയുള്ളവർ കൈ പൊക്കിക്കേ. കുറേ അധികം പേര് കൈ താത്തിക്കേ. ഇനി അടുത്തത്, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത്, അപ്പൻ്റെ സ്വത്ത് വീതം വെച്ചപ്പോൾ കിട്ടിയതാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന സ്ഥലം. അങ്ങനെയുള്ളവർ കൈ പൊക്കിക്കേ. ഇനിയിപ്പോൾ ഇത് രണ്ടും പെടാത്ത വല്ലവരും ഉണ്ടോ? ഉണ്ടാവും. വാടക വീടുകളിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും. ശ്രദ്ധിക്കണം. അപ്പം അതായത് ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അത് ആക്ച്വലി ആരുടെ സമ്പത്താണ്? അത് നമ്മുടെ മുൻ തലമുറയുടെ ഒരു സമ്പത്താണ് നമ്മൾ ആസ്വദിക്കുന്നത്. നീ പണം കൊടുത്ത് വാങ്ങിയതാണെങ്കിലും നിനക്ക് കിട്ടിയ ആരോഗ്യവും നിന്റെ ജീവിതവും ഒക്കെ നിനക്ക് മുൻപിൽ ജീവിച്ചിരുന്നവർ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു സമ്പത്തിൻ്റെ ഭാഗം തന്നെയാണ്. സമ്പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കുള്ള മണ്ണ് മാത്രമല്ല, മറിച്ച് നമ്മളെന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു സമ്പത്താണ്. ഞാനെന്ന സമ്പത്ത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സ്വത്താണ്. ഇപ്പോഴുള്ള ഞാൻ, ഇത് തലമുറകളായിട്ട് കടന്നു വന്നിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, ഈ തലമുറകളിലൂടെ കടന്നു വരുന്ന ഈ തിന്മയുടെ പ്രവർത്തികൾക്ക് നമ്മുടെ മേലും ഒരു സ്വാധീനം കടന്നു വരും. വളരെ ശക്തമായ സ്വാധീനം കടന്നു വരും. അത് പലതരത്തിൽ കടന്നു വരും. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇത് ഭൗതിക മേഖലയിലെ തടസ്സങ്ങൾ മാത്രമല്ല. ഭൗതിക മേഖലയിലെ തടസ്സങ്ങൾ നമ്മൾ സ്ഥിരം അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില വീടുകളിൽ അടിക്കടി മരണം, പലതരത്തിലുള്ള മരണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കുടുംബത്തെ പരിചയപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ ദാരുണമായിട്ടുള്ള മരണമാണ് ആ കുടുംബത്തിൽ. ഒരാൾ ആത്മഹത്യ ചെയ്തു, മറ്റൊരാളൊരു വാഹനാപകടം, മറ്റൊരാൾ മറ്റൊരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നവർക്ക് പോലും വലിയൊരു ഭാരം. കാരണം ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു ശരിയല്ലാത്ത രീതി പോലെ അടിക്കടി പലതരത്തിലുള്ള മരണം, അതോടൊപ്പം തന്നെ അപകടങ്ങൾ, പല രീതിയിലുള്ള അപകടങ്ങൾ.
അപ്പോൾ ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ ചിന്തിക്കുകയാണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മുടെ ഈ മണ്ണിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. വേറെ ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ, കുടുംബത്തിൽ ഒരു ഐശ്വര്യവുമില്ല, എന്തെല്ലാം ചെയ്താലും ഒരു ശാപം പിടിച്ച പോലെ വീടുകൾ കിടക്കുന്നു. നമുക്ക് ചില വീടുകളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവരുടെ മുറിയിലോട്ട്, ആ വീട്ടിലോട്ട് കയറി ചവിട്ടി ആ സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കും. അത് എനിക്കെന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. ചില സ്ഥലങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ എന്താണെന്നറിഞ്ഞുകൂടെ വല്ലാത്തൊരു ഭാരം, വല്ലാത്ത ഒരു വീർപ്പ് മുട്ടൽ, വല്ലാത്തൊരു ശ്വാസം മുട്ടൽ. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ വലിയ വീടായിരിക്കും, പക്ഷേ നമുക്ക് ഭയങ്കര വീർപ്പ് മുട്ടൽ അനുഭവപ്പെടും, ഭയങ്കരമായ നെഗറ്റിവിറ്റി അനുഭവപ്പെടും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിന്മ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തിന്മ പാരമ്പര്യമായിട്ട് ചില പീഡകൾ ചില കുടുംബങ്ങളിലും വ്യക്തികളിൽ സമ്മാനിക്കുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. അത് ചില രോഗങ്ങളിലൂടെ കടന്നു വരും. അപകടങ്ങളും മരണങ്ങളും മാത്രമല്ല, രോഗപീഠകൾ, ചില രോഗങ്ങൾ പാരമ്പര്യമായിട്ട്, ചില രോഗങ്ങൾ, ചില അലർജി രോഗങ്ങൾ പാരമ്പര്യമായിട്ട് കടന്നു വരും, ഇല്ലേ? മാനസികമായിട്ടുള്ള ചില രോഗപീഠകൾ പാരമ്പര്യമായിട്ട് കടന്നു വരുന്നു. മാനസിക രോഗങ്ങൾ, കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം, ഇങ്ങനെ തുടങ്ങി ഓരോരോ മേഖലകളും ഈ ശുശ്രൂഷ സമയത്ത് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ശരിയാണല്ലോ, ചില പീഡകൾ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്തിനാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അടുത്ത തലമുറയിലേക്ക് ഇപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് അനുഭവിക്കുന്ന ഈ പീഡ കടന്നു പോകാതിരിക്കാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ വിചാരിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഇതിനെ എന്നേക്കുമായിട്ട് നിർവീര്യം ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങൾക്കത് മനസ്സിലാകാൻ തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചാൽ മതി. 20-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, 20:6 വായിച്ചാലോ? എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ശ്രദ്ധിച്ചോണേ, ഈ വചനം ഒന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഹല്ലേലൂയാ. അപ്പൊ ശ്രദ്ധിച്ചോ, ശാപം എത്ര തലമുറ വരെ എന്ന് പറഞ്ഞേ? 3ഉം 4ഉം തലമുറ വരെ. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, രക്ഷ എത്രയാണ്? 1000 തലമുറകൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ നീ ഈ മേഖല തിരിച്ചറിഞ്ഞാൽ നിന്നിലൂടെ 1000 തലമുറകൾ രക്ഷ പ്രാപിക്കുന്ന അത്ഭുത കൃപയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതല്ലെങ്കിൽ എന്തു ചെയ്യും? അയ്യോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയുണ്ടല്ലോ, ഇത് ശാപം പിടിച്ച വീടാണല്ലോ, രക്ഷപ്പെടിയാലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കരഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കാനല്ല ദൈവമകനെ, ദൈവമകളെ ഇന്ന് ഈ കൂടാരത്തിൽ സർവശക്തനായ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. സകല ശാപങ്ങളെയും ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ അതിജീവിക്കും. പറഞ്ഞേ, സകല ശാപങ്ങളെയും ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ അതിജീവിക്കും. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, സകല ശാപങ്ങളെയും ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ അതിജീവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കരുണ അനുഭവിക്കുക, 1000 തലമുറകൾ വരെ അനുഭവിക്കേണ്ട ഈ കരുണ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട്. എങ്ങനെയുള്ളവരോടാ? എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇത് നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചോണം. കാരണം ഇത് നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്.
കാരണം അനുദിന ജീവിതത്തിൽ നമ്മൾ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചോണം. ഈ പ്രതിസന്ധിയും കൊണ്ട് നാട് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുക ചിലർ. കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു കുടുംബത്തിലെ കുടുംബനാഥ, എനിക്ക് സങ്കടം തോന്നി കുടുംബനാഥയുടെ അവസ്ഥ കണ്ടിട്ട്. കാരണം ഈ സ്ത്രീ പറഞ്ഞ, അച്ഛാ എൻ്റെ ശരീരം മുഴുവൻ അലർജി രോഗം, ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഈ ശരീരത്തിൻ്റെ അലർജി രോഗം കാരണം എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ചൊറിഞ്ഞ് തടിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകും, അലർജി രോഗം. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞ കാര്യം, അച്ഛാ ഈ രോഗം ഉണ്ടാകാൻ കാരണം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പ്രശ്നം. അച്ഛാ വീടിൻ്റെ പ്രശ്നമാണ്. ഭർത്താവ് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പാണ് വീടൊക്കെ പണിതത്. അന്ന് വീട് പണിയണ സമയത്ത് ആ വീട് സ്ഥാനം കാണാമെന്ന ആള് ഇന്ന സ്ഥലത്ത് പണിയണമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു അവിടെയല്ല ഇവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛാ ആ വീട് ഇങ്ങനെ ഇറക്കി പണിതു. അന്ന് മുതൽ തുടങ്ങിയതാ അച്ഛാ. ഞാൻ ചോദിച്ചു ഇപ്പം എത്ര വർഷമായി? 20 വർഷമായി. 20 വർഷമായി അച്ഛാ ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. 2 ആമക്കളുണ്ട്, 2 പേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ജോലി ശരിയായിട്ടില്ല, ആവശ്യമില്ലാത്ത പോലീസ് കേസ് അതും ഇതുമൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇപ്പം 20 വർഷമായിട്ട് സഹിക്കുമല്ലേ? സത്യക്രിസ്ത്യാനിയാ കേട്ടോ, സത്യക്രിസ്ത്യാനി. അപ്പം ഈ ചേച്ചി ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പം ഈ അലർജി രോഗം, വീട്ടിൽ അസ്വസ്ഥത, എന്താ ചെയ്യണേ? അച്ഛാ ഞാൻ പലരെയും വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു. പലരും വന്നു, പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ചേച്ചി, ഈ ചേച്ചിയുടെ ചേച്ചി, അത് അതിനേക്കാൾ പറ്റിയ ആളാണ്. ആ ചേച്ചി പറഞ്ഞു, എടി ഈ പ്രശ്നത്തിന് പരിഹാരം നീ ഇങ്ങനെ ഈ പള്ളിയിൽ മാത്രം പോയാൽ ശരിയാകത്തില്ല. വേറെ ചില സ്ഥലങ്ങളിൽ പോയി ചില കാര്യങ്ങൾ ചെയ്തെങ്കിലേ ഇത് ശരിയാവുള്ളൂ. അച്ഛാ എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നേ, പക്ഷെ ചേച്ചി പറഞ്ഞതല്ലേ എന്ന് കരുതി ഞാൻ അവിടെ പോയി. അച്ഛാ അവിടെ ചെന്ന്, അതൊരു മറ്റൊരു മതവിശ്വാസിയുടെ ഒരു പ്രാർത്ഥനാ സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു പ്രത്യേക ചില പൂജാവിധികളൊക്കെ ചെയ്യണം. ആ പൂജാവിധികളൊക്കെ ചെയ്തു. അത് 1-2 ദിവസത്തേക്കല്ല അച്ഛാ, 31 ദിവസം, 41 ദിവസം, അങ്ങനെ പല സമയങ്ങളിലായിട്ട് പൂജാവിധികൾ. എന്നിട്ട് അവിടെ നിന്ന് അവരോരോ ചരടൊക്കെ ജപിച്ചു തന്നു, ശരീരത്തിൽ കെട്ടണം. അച്ഛാ അതെ എൻ്റെ കാലിലൊക്കെ കെട്ടിയിട്ടുണ്ട്, നോക്കച്ചാ. ചേച്ചി പറഞ്ഞിട്ടാ അച്ഛാ, ചേച്ചി പറഞ്ഞിട്ട്, എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല, ചേച്ചി പറഞ്ഞിട്ട് ഞാൻ പോയതാ. എന്നിട്ട് അച്ഛാ വീടിൻ്റെ 4 വശത്തും അതുകൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, കാലയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അച്ഛാ ഈ രോഗം അങ്ങും മാറുന്നില്ല അച്ഛാ. 20 വർഷമായി. ഞാൻ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം കേട്ടിരുന്നിട്ട് ചോദിച്ചു, ഏത് പള്ളിയാ, ഏതടവകയാ, പള്ളി പോകാറുണ്ടോ? പിന്നെ പള്ളി പോകാറുണ്ടോ എന്ന്. ഉണ്ടച്ചാ. ഞാൻ ചോദിച്ചു എന്നാണ് അവസാനമായിട്ട് പോയത്? അതച്ചാ ഈസ്റ്ററിന് പോയി, പിന്നെ ക്രിസ്മസിനും പോയി. അപ്പം ഞാൻ ചോദിച്ചു ഈസ്റ്ററിനും ക്രിസ്മസിനും അതിനിടയിൽ അച്ഛാ ഈ രോഗവും പിടിച്ചോണ്ട് ഞാൻ എങ്ങനെ പോകാനാ? പക്ഷെ ഈ പറഞ്ഞ ആൾക്ക് അവിടെ പോകാൻ സമയമുണ്ട്, ആരോഗ്യമുണ്ട്, പൈസയും ഉണ്ട്. വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ അച്ഛ എങ്ങനെ പോകാനാ അച്ഛാ? അപ്പം ഞാൻ ചോദിച്ചു പിന്നെ അവിടെയൊക്കെ പോയല്ലോ. അത് ചേച്ചി പറഞ്ഞിട്ട്, ചേച്ചി വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. ഞാൻ ഈ ചേച്ചീനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ്, ഇടവകയിലെ മാതൃസംഘത്തിലുള്ള ആളാണ്, വേറെ ഒരു സ്ഥലത്തെ ഏജന്റാണ്. മനസ്സിലായോ? കളിയാക്കാൻ പറഞ്ഞതല്ല, ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാ. സത്യക്രിസ്ത്യാനിയാണ്. അപ്പം ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ഈ സഹോദരിയോട് ചോദിച്ചു, ഇതും കൊണ്ട് പോയപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോൾ അവരെന്തു പറഞ്ഞു? അച്ഛാ ഞാൻ ഈ പ്രശ്നം പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു ഐറ്റം അല്ല. കാരണം നിങ്ങളുടെ പ്രദേശത്ത് പ്രത്യേകതരം ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിലുള്ള ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് റെഫർ ചെയ്ത് പോയി. അവിടെയും കൊണ്ട് കുറേ പൈസ കൊടുത്തച്ചാ. മൂത്ത മകൻ കൂടെ വരും, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവനുണ്ട്, അവന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവനൊക്കെ ഇതിൻ്റെ ഇഷ്ടമാണ്, അവൻ ഇതിൻ്റെ കൂടെ. അപ്പം ഞാൻ അവൻ പള്ളി അവൻ പിന്നെ ക്രിസ്മസിന് പോലും പോയിട്ടില്ല. പക്ഷെ അവൻ ഇങ്ങനെയുള്ളതിനൊക്കെ വരും, ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വരും. അവനാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അച്ഛൻ അവർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ,
ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയാണ് അച്ഛാ ഞാൻ ഇവിടെ വന്നത്. അച്ഛാ ഞാൻ ഈ പോട്ടയിൽ വന്ന അതുകൊണ്ടാ അച്ഛാ. ഇന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രാർത്ഥനാ രീതികളുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പം അച്ഛൻ ദേ ഇതിനുള്ള പരിഹാരം പറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ശാപത്തെക്കുറിച്ച്, കുടുംബത്തിലെ പ്രശ്നത്തെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ ഓടി നടക്കുന്നവർ ശ്രദ്ധിക്കണം. ദേ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം തിരുവചനം പറഞ്ഞത് എന്താ? അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്, എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവ കൽപ്പനകൾ അനുസരിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ, നീ ഒരു കാര്യം ഉറപ്പിച്ചോണം, എത്ര വലിയ ശാപപീഠകളാണെങ്കിലും നിന്റെ മുമ്പിൽ അവ നിർവീര്യമാകും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. 3-4 തലമുറ വരെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം തൊട്ടടുത്ത് ഇതാ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് 1000 തലമുറകളെ അനുഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് അനുഗ്രഹം സ്വന്തമാക്കുന്നത്? തലമുറയിൽ ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇതാ യേശുവേ എന്ന് വിളിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നിന്നിലൂടെ നിന്റെ കുടുംബത്തിലെ തലമുറകളുടെ ശാപം മാറും. നിന്നിലൂടെ നിന്റെ കുടുംബത്തിലെ കാലങ്ങളായുള്ള കെട്ടുകൾ അഴിയപ്പെടണം. നിന്നിലൂടെ വേണം നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കപ്പെടാൻ. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നിന്നിലൂടെ വേണം നിന്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയാൻ. പറഞ്ഞു കൊടുത്തേ. നിന്നിലൂടെ വേണം നിന്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയാൻ. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഏത് പാപപ്രവർത്തിക്കും ഉറപ്പിച്ചോ, പാപമാണോ പാപത്തിൻ്റെ കോൺസിക്വൻസ്, അനന്തര ഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ കൈവിടുകയില്ല. അതാണ് ഗ്യാരണ്ടി. നിന്നെ ദൈവം കൈവിടുകയില്ല. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ദാവീദ് രാജാവിനെ കുറിച്ച് ഓർത്താൽ മതി. ആ മനുഷ്യൻ വ്യഭിചാരം എന്ന പാപം ചെയ്തു, കൊലപാതകം എന്ന പാതകം ചെയ്തു, ചതി ചെയ്തു. എന്നാൽ അനുതപിച്ചു കഴിഞ്ഞപ്പോൾ സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 17-ാം തിരുവചനം നമുക്കറിയാവുന്നൊരു വചനമാണല്ലോ. ഏതാ വചനം? സങ്കീർത്തനം 51:17. സങ്കീർത്തനം 51:17 ദാവീദ് രാജാവിൻ്റെ കണ്ണുനീരിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. കർത്താവേ, ഉരുകിയ മനസ്സ്. ദാവീദ് രാജാവ് ഉരുകി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ, ആ തലമുറ പിന്നീട് അങ്ങോട്ട് അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങി. അതിന് അത്ഭുതം എന്താണെന്നറിയോ? യേശു ജനിച്ചത് ഏത് കുടുംബ പാരമ്പര്യത്തിൽ നിന്നാണ്? ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ സംഭവിക്കാമായിരുന്ന തിന്മയുടെ ശാപപീഠകൾക്ക് മുമ്പിൽ ഈ ദാവീദ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ 1000 തലമുറകളിലേക്ക് അനുഗ്രഹം ഒഴുകിയതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഉത്തരമാണ് യേശു ദാവീദിന്റെ വംശപരമ്പരയിൽ ജനിച്ചത്. ആമേൻ, ആമേൻ. നിന്റെ കുടുംബത്തിൽ, നിന്റെ മുൻ തലമുറകളിൽ എന്തെല്ലാം തിന്മയുടെ നാരകീയ ശാപപീഠകൾ ഉണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ തലമുറകളിലേക്ക് 1000 കരുണ കർത്താവ് വർഷിക്കും. ആമേൻ, ആമേൻ. പത്രോസിനെ കുറിച്ചെടുത്ത് വായിച്ചാൽ മതി. പത്രോസ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ അവൻ്റെ കരച്ചിലും കരുണയോടുള്ള ദൈവസ്നേഹവും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ
ആ പത്രോസിനെയാണ് ആദ്യത്തെ മാർപ്പാപ്പയാക്കി ദൈവം ഉയർത്തിയത്. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസിനെ യേശു പിന്നീട് ദൈവജനത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 3 തവണ ഈശോ അവനോട് ചോദിച്ചു, എടാ പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ചോദിച്ച് അവനെ അങ്ങ് ഉയർത്തി, അവനെ ശിഷ്യന്മാരുടെ നേതാവാക്കി, ആദിമ ക്രൈസ്തവ ജനതയ്ക്ക് നേതൃത്വ പാഠവം കൊടുത്തു. പത്രോസ് സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച, കണ്ണടച്ചോ. നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ശാപപീഡകൾ നിന്റെയോ നിന്റെ കുടുംബ തലമുറകളെയോ പീഡിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്രകാരമുള്ള ചില പീഡകളുണ്ട്. സ്വത്തിനോട് ബന്ധപ്പെട്ട ചില പീഡകളുണ്ട്. ചില കുടുംബങ്ങൾ സ്വത്തിനോട് ബന്ധപ്പെട്ട്, സ്വത്ത് ഭാഗമെപ്പിനോട് ബന്ധപ്പെട്ട്, മണ്ണിനോട് ബന്ധപ്പെട്ട് ചില കേസുകെട്ടുകൾ കിടക്കുന്നു, ചില തർക്കങ്ങൾ കിടക്കുന്നു, സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിച്ച് കഴിയുന്നു. ഇപ്പോഴും സ്ഥലം വിൽപ്പന നടക്കാൻ പറ്റിയിട്ടില്ല, ഭാഗ ഉടമ്പടി നടത്താൻ പറ്റിയിട്ടില്ല, ഒരു വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ല, സ്ഥലം വാങ്ങാൻ പറ്റിയിട്ടില്ല, സ്ഥലത്തോട് ബന്ധപ്പെട്ട് ചില ഭാരങ്ങൾ കഴിയുന്നു. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തും സാഹചര്യത്തിലും എപ്പോഴും ചില അനർത്ഥങ്ങൾ, ചില പീഡകൾ, എന്തോ ഒരു അസ്വസ്ഥത, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ഈ സമയത്ത് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ചില അപകടങ്ങൾ, ചില മരണങ്ങൾ, ചില പീഡകൾ നമ്മുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാര പ്രക്രിയയുടെ ഏതെങ്കിലും ഒരു തിന്മകൾ നിന്റെ കുടുംബത്തെയോ കുടുംബ പശ്ചാത്തലങ്ങളെയോ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തെ അയൽവാസികൾ വേദനിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ സമ്പത്ത് വാഴുന്നില്ല, എല്ലായ്പ്പോഴും ആശുപത്രി കൊണ്ട് പണം ചെലവഴിച്ച് കുടുംബത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥതയുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോയിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു, കുടുംബത്തിൽ അസ്വസ്ഥത, ഭാവി ജീവിതം നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് കാലാകാലങ്ങളായിട്ടുള്ള തിന്മയുടെ എല്ലാ കെട്ടുകളും അഴിയണമേ. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് കാലാകാലങ്ങളായുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയണമേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ കരുണയിൽ ആശ്രയിച്ച് കരങ്ങൾ ഉയർത്തി ഈശോയേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കാലാകാലങ്ങളായുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. കാലാകാലങ്ങളായുള്ള പൈശാചിക കെട്ടുകൾ അഴിയപ്പെടട്ടെ. പൂർവ്വപിതാക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള ശാപപീഡകൾ അഴിയട്ടെ. എല്ലാ ശാപപീഡകളും അഴിയപ്പെടട്ടെ. പൈശാചിക ശക്തികൾ അഴിയട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, എന്റെ ഈശോയേ. The mighty power ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് വെളിപ്പെടുത്തട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സ്തുതിക്കുന്നു ഈശോയേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. യേശുവേ, ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ അഭിഷേകം. The mighty power. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ ശക്തി, കുരിശിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി ആ മണ്ണിലേക്ക് വെളിപ്പെടട്ടെ.
Lamba, lamba, riya, ruha. The mighty power, the mighty power. ഈ ശുശ്രൂഷ സമയത്ത് കെട്ടടിയട്ടെ, കെട്ടടിയട്ടെ കർത്താവേ. The mighty power. അനേക കുടുംബങ്ങളിലെ പീഡകൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ. Power, power, power. കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. യെസ്, യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് കൈയടിച്ച് പാടിക്കേ. തലമുറകൾക്ക് യേശുവേ സംഭവിക്കട്ടെ. യേശുവേ തലമുറകൾക്ക്. ആമേൻ. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലേ ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ ആമേൻ. യേശുവിന്റെ തിരുരക്തം രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, മുൻ തലമുറകളിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തില് ആരെങ്കിലും മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അയൽവാസി ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളില് അംഗവൈകല്യമുള്ളവരെ വേദനിപ്പിച്ച അനുഭവങ്ങള്, ആരുമില്ലാത്തവരെ വേദനിപ്പിച്ച അനുഭവങ്ങള് കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ. ആമേൻ. പവർ. കൈയടിച്ചേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം ഞങ്ങൾ ദൈവമക്കളാണ്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. അനർത്ഥങ്ങൾ തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ആമേൻ, ആമേൻ. യേശുവേ കരങ്ങൾ ഉയർത്തി. ആമേൻ. മരണത്തെ ജയിച്ചവനേ, ഈശോയേ മരണത്തെ ജയിച്ചവനെ. ഈശോയേ ആമേൻ, മരണത്തെ ജയിച്ചവനേ, ആമേൻ, ആമേൻ. മരണത്തെ ജയിച്ചവനെ കർത്താവായി എന്നും ഞങ്ങളിൽ വാഴണമേ. കർത്താവായിട്ട് അധിപതിയായി എന്നും ഞങ്ങൾ വാഴണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ. യേശുവേ സകല ബന്ധനങ്ങളും അഴിയട്ടെ, സകല ബന്ധനങ്ങളും അഴിയട്ടെ. ആമേൻ. യേശുവിന്റെ തിരുരക്തം
കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലൈംഗിക പാപം